ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ എന്നീ 4 നിയോജക മണ്ഡലങ്ങൾ UDFനും കോന്നി LDFനും ഒപ്പം നിന്ന കാഴ്ചയാണ് കാണാനായത്. ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ടിന് വീണ ജോർജിനെതിരെ 18,985 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കിയുടെ കന്നി അംഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അബിൻ വർക്കിക്ക് 70,083 വോട്ടും വീണ ജോർജിന് 51,098 വോട്ടും, മൂന്നാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് 34,983 വോട്ടുമാണ് ലഭിച്ചത്. 1,57,450 പേർ വോട്ട് ചെയ്തതിൽ 3,594 തപാൽ വോട്ടുകളും ഉണ്ടായിരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പഴകുളം മധു 4,344 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന LDFന്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 53,224 വോട്ടുകൾ നേടി വിജയിച്ചു. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയാണ് ഇവിടെ 43,078 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത്. സിറ്റിംഗ് MLA കൂടിയായിരുന്ന അഡ്വക്കേറ്റ് മാത്യു ടി തോമസിന് 42,023 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ 66,153 വോട്ടുകൾ നേടി വിജയിച്ചു. LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന് 55,821 വോട്ടും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പന്തളം പ്രതാപന് 26,337 വോട്ടുമാണ് ലഭിച്ചത്. കോന്നി മണ്ഡലം സിറ്റിംഗ് MLA ആയിരുന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നിലനിർത്തിയത് കടുത്ത മത്സരത്തിലൂടെയാണ്. 1,838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായ UDFന്റെ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പലിനെ പിന്നിലാക്കിയത്. NDA സ്ഥാനാർത്ഥി TP സുന്ദരേശനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത്. ജില്ലയിലെ കോന്നി ഒഴികെ 4 നിയോജക മണ്ഡലങ്ങളിലും കന്നി അംഗക്കാർ ജയിച്ചപ്പോൾ ജനീഷ് കുമാർ മൂന്നാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 നിയോജക മണ്ഡലങ്ങളിലായി 3,264 വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ചത് കോന്നി മണ്ഡലത്തിലും ഏറ്റവും കുറവ് ലഭിച്ചത് തിരുവല്ല മണ്ഡലത്തിലുമാണ്. കോന്നിയിൽ 805 വോട്ടുകളും തിരുവല്ലയിൽ 504 വോട്ടുകളും നോട്ട നേടി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേര യുവഭാരത് സഹകരണത്തോടെ യുവ ആപ്തമിത്ര പദ്ധതി ജില്ലയിൽ സംഘടിപ്പിച്ചു. ദുരന്ത സമയങ്ങളിൽ പ്രാദേശിക തലത്തിൽ ഉടനടി പ്രതികരിക്കാൻ ശേഷിയുള്ള സന്നദ്ധ സേനയെ വാർത്തെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ജില്ലയിലെ മൈ ഭാരത് വോളണ്ടിയർമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പേർക്കാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള രീതി, ദുരന്തമുഖങ്ങളിലെ ഏകോപനവും പ്രവർത്തനവും, രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം, ബേസിക് ലൈഫ് സപ്പോർട്ട്, പ്രാഥമിക ജീവൻ രക്ഷാ വിദ്യ എന്നീ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ അറിവും പ്രായോഗിക പരിശീലനവും ക്യാമ്പിൽ നടന്നു. കൂടാതെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ, ID കാർഡുകൾ, യൂണിഫോം, എമർജൻസി കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പ്, സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നഴ്സസ് വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L അനിതാകുമാരി കോന്നി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമായ മെയ് 12 ലോക നഴ്സസ് ദിനം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.